ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ തിരുവല്ല കോടതിയിൽ ഹാജരാക്കി. കസ്റ്റഡി വേണമെന്ന പോലീസിന്റെ അപേക്ഷ പരിഗണിക്കുകയാണ്. പ്രതിഭാഗം എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. തനിക്ക് പറയാനുള്ളത് കേൾക്കണമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. ജയിലിന് പുറത്തും കോടതിക്ക് പുറത്തും വൻ പ്രതിഷേധമാണ് രാഹുലിനെതിരെ ഉണ്ടായത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാഹുലിനെതിരെ ചീമുട്ടയെറിഞ്ഞു. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചില്ലേ ഇതുവരെ കോടതി? കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചിരുന്നു. അത് വീണ്ടും മാറ്റിവെച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വീണ്ടും പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇതിനിടെയാണ് എതിർ സത്യവാങ്മൂലം രാഹുലിന്റെ അഭിഭാഷകൻ സമർപ്പിച്ചിരിക്കുന്നത്. രാഹുലിന്റെ വാദം കൂടി കേട്ടതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ എന്നുള്ളൊരു കാര്യമാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ പോലീസിന്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മറ്റു തുടർ നടപടികളിലേക്ക് പോകാം എന്നുള്ളതാണ് കോടതി പറഞ്ഞിരുന്നത്. ഇന്ന് ഈ കേസ് പരിഗണിച്ചപ്പോൾ ഈ രാഹുലിന് ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർക്കുകയാണ് പോലീസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകിയിട്ടുണ്ട്. അക്കാര്യം പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 7 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഇതിൽ എത്ര ദിവസത്തേക്ക് കസ്റ്റഡിയിൽ നൽകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായി ഒരു 4-5 ദിവസത്തേക്കെങ്കിലും കസ്റ്റഡിയിൽ നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈകാതെ തന്നെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കും. അതിജീവിതയെ ബലാത്സംഗം ചെയ്തിരിക്കുന്ന ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബലാത്സംഗം ചെയ്തതിന് ശേഷം അതിജീവിതയുടെ നഗ്നചിത്രങ്ങൾ, വീഡിയോസ് മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ട് രാഹുൽ. ആ ഫോൺ കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കേണ്ടതുണ്ട്. അത് വളരെ വേഗത്തിൽ തന്നെ നടത്താൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഈ കസ്റ്റഡി അപേക്ഷയിൽ തീരുമാനമുണ്ടാകും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീരുമാനം വരാനിടയുണ്ടോ സിജോ? അക്കാര്യത്തിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. എപ്പോഴത്തേക്കാണ് പരിഗണിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് കോടതി പറഞ്ഞിട്ടില്ല. അത് മാറ്റിവെച്ചിരിക്കുകയാണ്. നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത് മറ്റ് കേസുകൾ ഇപ്പോൾ എടുത്തിട്ടുണ്ടാവും. അത് പരിഗണിച്ചതിന് ശേഷം ഇത്തരത്തിൽ പല കേസുകൾ മാറ്റിവെക്കുന്നത് ഇത് വിശദമായ വാദമല്ല, കുറച്ചും കൂടി സമയമെടുത്തുള്ള ഒരു വാദം കേൾക്കേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ മറ്റ് കേസുകൾ ആദ്യം വിളിക്കുക. അതിനുശേഷം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാമെന്ന് പറയാം. അത്തരം സാങ്കേതികപരമായ നടപടികൾ അത്തരം കാര്യങ്ങളുടെ ഭാഗമായി ഇപ്പോൾ ഈ കസ്റ്റഡി അപേക്ഷ മാറ്റിവെച്ചിരിക്കുന്ന എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വൈകാതെ തന്നെ എന്തായാലും എടുക്കും. പക്ഷെ ഒരു കൃത്യമായ ഒരു ടൈം പറഞ്ഞിട്ടില്ല. മറ്റ് കേസുകൾ തീർന്നിട്ടതിന് ശേഷമാവാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല സിജോ, ഇതിൽ പ്രതിഭാഗം എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. തങ്ങളുടെ വാദം കൂടി കേൾക്കണമെന്നാണോ അതിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്? അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ ഒരു വിശദമായ വാദത്തിലേക്ക് ഇപ്പോഴെന്തായാലും കോടതി പോകാൻ സാധ്യതയില്ല. കാരണം ഒരു കസ്റ്റഡി അപേക്ഷ വരിക, അതോടൊപ്പം തന്നെ ജാമ്യാപേക്ഷ വരിക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കോടതി കൊടുക്കുക എന്ന് പറയുന്ന കസ്റ്റഡി അപേക്ഷയ്ക്കാണ്. പ്രത്യേകിച്ച് ഈ കേസിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഫോൺ ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. വിശദമായ ചോദ്യം ചെയ്യൽ പോകേണ്ടതുണ്ട്. അതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ആദ്യം അതിനൊരു പ്രയോറിറ്റി കോടതി കൊടുക്കും. അതിനുശേഷമായിരിക്കും ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനമുണ്ടാകുക. എന്തായാലും ഇത് ഇപ്പോൾ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കണം എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അതിനുള്ള ഒരു അനുമതി എന്തായാലും കോടതി കൊടുക്കും. എതിർ സത്യവാങ്മൂലം കൊടുക്കും. അതൊരു റിട്ടേണിൽ എഴുതി കൊടുക്കാനായിരിക്കും സാധ്യതയുണ്ട്. എതിർ സത്യവാങ്മൂലം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായ ഒരു വാദം എന്നതിന് അപ്പുറത്തേക്ക് അത് കോടതിക്ക് ഇവർക്ക് പറയാനുള്ള കാര്യം കോടതിയെ അറിയിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിൽ വിശദമായ വാദത്തിലേക്കൊന്നും എന്തായാലും